ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? അപ്പോൾ അങ്ങനെ നമ്മുടെ മാംഗോ സീസണൊക്കെ അങ്ങനെ കഴിഞ്ഞല്ലേ. അപ്പോൾ മാംഗോ വെച്ചുള്ള നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് വേറൊരു ഐറ്റത്തെ പിടിച്ചാലോ? അതെ അതെ, ഇത് തന്നെ ആ സംഭവം, കസ്റ്റേർഡ് ആപ്പിൾ. കസ്റ്റേർഡ് ആപ്പിൾ ഐസ്ക്രീം. ഒന്ന് പറഞ്ഞേ, എന്നെ ഉണ്ടാക്കാൻ പോവാ. ഇത് എന്താ? ഇത് എന്ത് ഫ്രൂട്ടാ? കസ്റ്റേർഡ് ആപ്പിൾ. അമ്മയുടെ ഉള്ള ഈ കസ്റ്റേർഡ് ആപ്പിൾ വെച്ച് നോക്കണ്ട, അത് കുറച്ചതായില്ല. നമുക്ക് വേഗം ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇത് ചോപ്പറിലിട്ട് അതിൻ്റെ കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ഹാക്കാണ് കേട്ടോ. അതിൻ്റെ ഫ്ലഷായിട്ട് അതിൻ്റെ കുരു നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചോപ്പറിലിട്ട് 2 പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. അപ്പം കണ്ടല്ലേ, അതിൻ്റെ സീഡൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ആ സീഡൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ സീതാഫലിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതിന് വേണ്ടി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊരു എല്ലാം കുറച്ച് വീതം 1/4 കപ്പ് വീതമേ ഞാൻ എടുക്കുന്നുള്ളൂ. 1/4 കപ്പ് ഫ്രഷ് മിൽക്ക്, 1/4 കപ്പ് പാൽപ്പൊടി, പിന്നെ 1/4 കപ്പ് പാല്, പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഹണി എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഇഷ്ടം. അതെ, അപ്പം കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിനി എന്നാ ചെയ്യാൻ പോവാ ഇത്? അപ്പം നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് സെറ്റാക്കാൻ ഫ്രിഡ്ജിൽ വെക്കാനാണ്. കണ്ടല്ലേ, അവിടെ ഒരാൾ ഇപ്പോഴേ ടേസ്റ്റ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്. 2 എണ്ണം വെച്ച് ഉണ്ടാക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരെണ്ണേ പഴുത്തുള്ളൂ, അതുകൊണ്ടാണ് ഒരെണ്ണം വെച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ തന്നെയാണ് സെറ്റാക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. അപ്പം ഞാനിത് ഉച്ചയ്ക്ക് സെറ്റാകാൻ വെച്ചിട്ട് രാത്രിയിലാണ് എടുത്തത്. നമ്മൾ ഐസ്ക്രീം എങ്ങനെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സീതാഫല ഐസ്ക്രീം ആദ്യമായിട്ട് കഴിച്ചതും ടേസ്റ്റ് ചെയ്തതും ഇവിടെ ബോംബെ വന്നിട്ടാണ്. ബോംബെയിലെ ഒരു നാച്ചുറൽസ് എന്ന് പറയുന്നൊരു ഐസ്ക്രീം ബ്രാൻഡുണ്ട്, അവിടെ പോയാണ് ഞാൻ കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിനായിട്ട് കട്ട വെയിറ്റിങ്ങിലായിരിക്കുന്നവർക്ക് ഞാൻ ഇതൊന്ന് കൊടുക്കട്ടെ, എന്നിട്ട് അഭിപ്രായം കൂടെ ചോദിക്കാം. അപ്പോൾ എല്ലാവരുടെ മുഖത്തെ ആ സന്തോഷം കണ്ടല്ലേ. അപ്പം ഞാനും ഇനി ഇത് കഴിച്ചു നോക്കട്ടെ കേട്ടോ, എനിക്കും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.